അങ്ങോട്ട്. മിസ്റ്റർ മാത്തച്ചൻ. കുശുമുതലാളിയോ? ഇങ്ങോട്ട് വേണ്ട, അത് നിങ്ങളുടെ സീറ്റല്ലേ, ഞാൻ എവിടെ ഇരുന്നോളാം. ഇരിക്കും മാത്തച്ച, ഇരിക്കണം. എന്താ മാത്തച്ഛന്റെ ക്ഷീണം? ഒരു ക്ഷീണമില്ല. അല്ല, എന്തോ ഉണ്ട്. അതെ സാർ, അല്പം ക്ഷീണമുണ്ട്. ദേഹത്തിനല്ല, മനസ്സിന്. എന്താ കാരണം? സാറ് ഇന്നലെ എന്നെ വല്ലാതെ അവമാനിച്ചു കളഞ്ഞു. ഞാൻ പിരിച്ചുവിട്ടൊരു തൊഴിലാളിയെ ഒരന്വേഷണവും കൂടാതെ സാർ തിരിച്ചെടുത്തു. അതെനിക്ക് വലിയ കുറച്ചിലായിപ്പോയി സാർ. ഓർത്തു നോക്കുമ്പോൾ മാത്തച്ഛൻ പറഞ്ഞത് ശരിയാണെന്ന് എനിക്കും തോന്നുന്നു. തിരിച്ചെടുക്കുന്നതിന് മുൻപ് ഒരു അന്വേഷണം നടത്തേണ്ടതായിരുന്നു. ഈ സ്ഥാപനത്തിന്റെ സൽപ്പേര് നിലനിർത്താൻ വേണ്ടിയാണ് ഞാൻ സുകുമാരിയെ പിരിച്ചുവിട്ടത്. അതൊരു അച്ചടക്ക നടപടി കൂടിയായിരുന്നു. സ്ഥാപനത്തിന്റെ സൽപ്പേരും തൊഴിലാളികളുടെ അച്ചടക്കവും വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ്. മാത്തച്ഛൻ പറയുന്നത് പോലെ നമുക്ക് നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടത്തിക്കളയാം. എന്താ? തീർച്ചയായും. ഇത് വായിച്ചാൽ സുകുമാരിയുടെ സ്വഭാവ ദൂഷ്യങ്ങളെല്ലാം മനസ്സിലാവും. മിക്കതും ഊമക്കത്തുകളാണല്ലോ. ഇത് എഴുതിയവരെ ഇവിടെ കൊണ്ടുവന്ന് സാക്ഷി പറയാൻ സാധിക്കുമോ? സാക്ഷി പറയാനാണെങ്കിൽ നമ്മുടെ കടയിൽ തന്നെ ഉണ്ട് ഒരാൾ. ആരാണ് അയാൾ? നന്ദകുമാർ, നമ്മുടെ ഒരു സെയിൽസ്മാൻ. ശരി, അയാളെ വിളിക്കൂ. എന്താ സാർ? നന്ദൻ അങ്ങോട്ട് വിളിക്കും. ശരി. ആ, സുകുമാരിയും വിളിക്കണം. ഓ, വേണോ സാർ? സുകുമാരി ഉള്ളപ്പോ സത്യാവസ്ഥ തുറന്നു പറയാൻ നന്ദകുമാറിന് മടി കാണും. സത്യം പറയാൻ ആരുടെ മുമ്പിൽ മടിക്കേണ്ട ആവശ്യമില്ല. അന്വേഷണ സമയത്ത് ഇവിടുത്തെ യൂണിയൻ നേതാവും വേണം. തോമസ് ഊട്ടി വിളിക്കും. തോമസ് ഊട്ടി ധിക്കാരിയാണ് സാർ. മാത്രമല്ല നന്ദകുമാറിനെ പലകുറി അയാൾ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാം നന്ദകുമാർ തുറന്നു പറയട്ടെ. അയാൾ പറയുന്നതിൽ വാസ്തവമുണ്ടെങ്കിൽ തോമസ് ഊട്ടിയുടെ പേരിൽ മാത്രമല്ല, സുകുമാരിയുടെ പേരിൽ ഞാൻ ആക്ഷൻ എടുക്കും. വേണ്ടി വന്നാൽ രണ്ടുപേരെയും പിരിച്ചയക്കും. സാറ് ഞങ്ങളെ വിളിപ്പിച്ചത് സുകുമാരിയെ പറ്റി ഒരു അന്വേഷണം നടത്താനാണ്. യൂണിയൻ നേതാവെന്ന നിലയിൽ തോമസ് ഊട്ടിയുടെ ഉണ്ടായിരിക്കും നല്ലതാണെന്ന് തോന്നി. ആ, നന്ദകുമാരിൽ നിന്നും എനിക്കറിയേണ്ടത് സുകുമാരിക്ക് സ്വഭാവദോഷം ഉണ്ടോ ഇല്ലയോ എന്നാണ്. സുകുമാരിയെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഒറ്റ വാക്കുകളുടെ മറുപടിയാണ് ആവശ്യം. സ്വഭാവദോഷം ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. തോമസ് ഊട്ടിയുടെ അഭിപ്രായം? എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും സ്വഭാവ ഗുണമുള്ള പെൺകുട്ടിയാണ് സുകുമാരി. ഉറപ്പാണല്ലോ? അതെ. സുകുമാരിയെ പറ്റി നേരെ വിപരീതമായ രണ്ട് അഭിപ്രായങ്ങളാണല്ലോ കേൾക്കുന്നത്. എന്താണിത്? ശരിയായ അഭിപ്രായം പറയാൻ തോമസ് ഊട്ടിയേക്കാൾ അർഹത നന്ദകുമാറിനാണ്. നന്ദകുമാർ സുകുമാരിയുടെ അതോറിറ്റിയോ മറ്റാണോ? അതെ, സുകുമാരി കുറെക്കാലം നന്ദകുമാറിന്റെ കാമുകിയായിരുന്നു. ഞാൻ സുകുമാരിയോടൊന്നും ചോദിച്ചില്ലല്ലോ. മാത്തച്ഛൻ പറഞ്ഞ ശരിയാണോ? അതെ, കുറെ കാലം കാമുകയായിരുന്നു. ഇപ്പോഴല്ലേ? അല്ല. കാരണം? സ്വഭാവ ദൂഷ്യം തന്നെ. വ്യക്തമായില്ല. അത് സുകുമാരി അടുത്ത കാലത്ത് ഒരു ഡോക്ടർ സാമുവലുമായി പ്രേമബന്ധത്തിലായി. സുകുമാരി സുകുമാരി നിങ്ങളെ വിട്ടിട്ട് ഡോക്ടർ സാമുവലിന്റെ പിന്നാലെ പോകാനുള്ള കാരണം എന്താണ്? ഡോക്ടർ സാമുവൽ പണക്കാരനാണ്. അപ്പോൾ സുകുമാരിയുടെ പ്രശ്നം പ്രേമമല്ല, പണമാണ് അല്ലേ? നിങ്ങൾ തമ്മിലുള്ള പ്രേമകാലത്ത് സുകുമാരിക്ക് നിങ്ങളിൽ നിന്നും ധനലാഭം ഉണ്ടായിട്ടുണ്ടോ? നിവൃത്തിയില്ലെങ്കിലും എന്നാൽ കഴിയുന്ന ധനസഹായം ഞാൻ ചെയ്തിട്ടുണ്ട്. കൂടാതെ മറ്റു നിലകളിൽ സഹായിച്ചിട്ടുണ്ട്. കള്ളം, പച്ചക്കള്ളം. ഈ നുണ കേട്ട് നിൽക്കാൻ എനിക്ക് വയ്യ സാർ. ഓൾ റൈറ്റ്. ആട്ടെ, നന്ദൻ മറ്റു ചില സഹായങ്ങളെ പറ്റി പറഞ്ഞല്ലോ, അത് നിഷേധിക്കാണോ? അല്ല,
എനിക്കൊരു ജോലി വാങ്ങി തരാമെന്ന് ഇയാൾ പറഞ്ഞു. അതിന്റെ തെളിവാണ് ഇത്. സദേൺ ഫൈനാൻഷ്യൽ എന്റർപ്രൈസസിൽ നന്ദകുമാറിന് സ്വാധീനമുണ്ടോ? ഉണ്ട് സർ. എന്റെ ഒരു കസിൻ ആ സ്ഥാപനത്തിന്റെ മാനേജറാണ്. അയാളുടെ പേരെന്താണ്? ചോദിച്ചത് കേട്ടില്ലേ? ഞങ്ങൾ അവനെ ബാബു എന്നാ വീട്ടിൽ വിളിക്കാറുള്ളത്. വീട്ടിലെ പേരല്ല, ഇതിൽ ഒപ്പിട്ട പേര്. കൃഷ്ണകുമാർ. സദേൺ ഫൈനാൻഷ്യൽ എന്റർപ്രൈസസ് ആരുടേതാണെന്ന് അറിയാമോ? അറിയില്ല സർ. മാത്തച്ഛൻ അറിഞ്ഞൂടെ? അറിയാം സാർ, സാറിൻ്റെത് തന്നെ. അവിടെ ബാബുവുമില്ല, കൃഷ്ണകുമാറുമില്ല. സുകുമാരി ചതിക്കാൻ താൻ മനഃപൂർവ്വം ഒരു നാടകം നടത്തിയതാണ് അല്ലേ? അല്ല സർ, ഇനി തല്ലരുത്. ഞാൻ സത്യം പറയാം. മാത്തച്ഛൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. കള്ളം, പച്ചക്കള്ളം. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത് സാർ. അപ്പോ നന്ദകുമാർ വിശ്വസിക്കാൻ കൊള്ളാത്തവനാണോ ഇപ്പൊ മാത്തച്ഛൻ പറയുന്നത്? അതെ സാർ, സുകുമാരിയെ വിവാഹം കഴിക്കാമെന്നും പറഞ്ഞ് ഇവൻ കാണിച്ച പ്രേമവും ഒരു നാടകമായിരുന്നു. ഇവൻ നേരത്തെ വിവാഹിതനാണ്, 2 കുട്ടികളുടെ അച്ഛനുമാണ്. നേരത്തെ വിവാഹിതനായ താൻ ഒരു പാവം പെൺകുട്ടി ചതിക്കാനൊരുങ്ങി. ഇതിനുള്ള ശിക്ഷ എന്താണെന്ന് അറിയാമോ? സത്യം മുഴുവൻ ഞാൻ തുറന്നു പറയാം സർ. മാത്തച്ഛൻ ആവശ്യപ്പെട്ടിട്ടാണ് ഞാൻ ഈ പ്രേമ നാടകം നടത്തിയത്. ഇതിന് പ്രതിഫലമായി എനിക്ക് ഇദ്ദേഹം 1000 രൂപ തന്നു. ഇല്ല സാർ, ഒരു പൈസ പോലും ഞാൻ ഇവന് കൊടുത്തിട്ടില്ല. രേഖയുണ്ട്. ചെക്കായിട്ടാണ് എനിക്ക് തന്നത്. അപ്പോ തല്ലേണ്ടത് മാത്തച്ഛനെയാണ്. പക്ഷെ പ്രായത്തെ ബഹുമാനിച്ച് ഞാൻ ക്ഷമിക്കുന്നു. സാർ, ഇവന്റെ വാക്ക് കേട്ട് സാറിനെ തെറ്റിദ്ധരിക്കരുത്. അവൻ 1000 രൂപ കടം ചോദിച്ചു, ഞാനത് ചെക്കായിട്ട് കൊടുക്കുകയും ചെയ്തു. തെറ്റ് സമ്മതിക്കാൻ മാത്തച്ഛൻ ഇപ്പോഴും തയ്യാറല്ലേ? എങ്കിൽ സത്യാവസ്ഥ പോലീസ് അന്വേഷിക്കും. ഫോൺ എടുക്ക. സാർ, എന്നോട് ക്ഷമിക്കണം. എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. ആലോചിക്കാം. വരൂ. മാത്തച്ഛൻ ആ താക്കോലിങ് തരൂ. താക്കോൽ മനസ്സിലായില്ലേ? ഈ സ്ഥാപനത്തിന്റെ താക്കോൽ. താക്കോൽ തരുന്നോ അതോ പോലീസിനെ വിളിക്കണോ? സുഹൃത്തുക്കളെ, ഈ സ്ഥാപനത്തിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്തച്ഛൻ മാനേജർ സ്ഥാനം ഒഴിയുകയാണ്. ആർക്കെങ്കിലും എതിരഭിപ്രായമുണ്ടോ? ഇനി മാത്തച്ഛന് ഈ സ്ഥാപനത്തിൽ നിന്നും എന്നേക്കുമായി പോകാം. ഈ താക്കോൽ തോമസ് കുട്ടി വാങ്ങണം. ഞാൻ ഒന്നും പറയണ്ട. ഈ സ്ഥാപനത്തിന്റെ ഭാവി നിങ്ങളുടെ കയ്യിൽ ഭദ്രമായിരിക്കുമെന്ന് എനിക്കുറപ്പുണ്ട്. താങ്കളുടെ നല്ല മനസ്സിന് നന്ദി. പക്ഷേ ഇവിടെ ഒരു മുതലാളിയാവാൻ എനിക്കിഷ്ടമില്ല. ഇവിടുത്തെ തൊഴിലാളികളുടെ പ്രതിനിധിയായി തുടരാനാണ് എനിക്ക് ആഗ്രഹം. അതാണ് എനിക്ക് അഭിമാനം. ആരും ഇവിടെ മുതലാളിയല്ല. ഇവിടുത്തെ തൊഴിലാളികളുടെ പ്രതിനിധിയായി തോമസ് കുട്ടി സ്ഥാപനം മാനേജ് ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം. തോമസ് കുട്ടി താക്കോല് വാങ്ങിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ പണി മുടക്കും. വാങ്ങിക്കൂ. ഇനി തോമസ് കുട്ടി പറയൂ, സുകുമാരി ജോലിയിൽ തുടരണോ വേണ്ടയോ? സാറിന്റെ അന്വേഷണത്തിൽ തന്നെ സുകുമാരി നിഷ്കളങ്കയാണെന്ന് തെളിഞ്ഞതല്ലേ? ഇത്രയൊക്കെ ബഹളം നടന്ന സ്ഥിതിക്ക് സുകുമാരി ഇവിടെ തുടരണ്ട എന്നാണ് എന്റെ അഭിപ്രായം.
സുകുമാരി പാവമാണ് സർ. ഈ ജോലി കൂടെ ഇല്ലെങ്കിൽ അവർ വല്ലാതെ കഷ്ടപ്പെടും. വേറെ ഒരു ജോലി ഞാൻ ഏർപ്പാടാക്കി തരാം. എന്ത് പറയുന്നു? എന്ത് ജോലിയാണ് സർ? എന്റെ ഭാര്യ എന്ന ജോലി. സുകുമാരിക്ക് സമ്മതമാണോ? പറയൂ, ഇവിടെ എല്ലാം മുമ്പ് വെച്ച് പറയൂ. സമ്മതമാണോ? കൊള്ളാം, എന്നേ സമ്മതം. എനിക്കെല്ലാം അറിയാം സാർ. സുകുമാരിയുടെ ആത്മസഖിയാണ് സാർ ശാലിനി. ഓഹോ, അപ്പോ ശാലിനി സമ്മതം തന്നാ മതിയാവും അല്ലേ? എടോ വിശ്വ, ഇനി താമസിക്കണ്ട, നമുക്ക് സുകുമാരിയുടെ വീട്ടിലോട്ട് പോവാം. അവരുടെ സമ്മതമെല്ലാം ഞാൻ നേരത്തെ വാങ്ങിച്ചു കഴിഞ്ഞു. സുഹൃത്തുക്കളെ, നിങ്ങളുടെ എല്ലാം മുമ്പിൽ വെച്ച് ഞാൻ സുകുമാരി എന്റെ ഭാര്യയാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നവദമ്പതികളാകാൻ പോകുന്ന ഈ യുവമിത്രങ്ങൾക്ക് സിതാരയിലെ തൊഴിലാളികളുടെ പേരിൽ ഞാൻ മംഗളാശംസകൾ നേരുന്നു. താങ്ക് യു.